ഹായ്, എസ് പി അരുളിലാണ്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഏഷ്യാനെറ്റിലെ മാലിന്യ പരിപാടി, ഈ പരിപാടിയിലൂടെ ഈ സമൂഹത്തിന് വലിയ ശല്യമായിട്ടുള്ള കുറേ എണ്ണത്തിനെ തുറന്നു വിട്ടിട്ടുണ്ട്. കാര്യം ഈ സോഷ്യൽ മീഡിയയിൽ വിസിബിലിറ്റി ഉണ്ടായിരുന്ന കുറേ എണ്ണത്തിന് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ താരം എന്നുള്ളൊക്കെ ലേബലിലാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത്, ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന അഖില ലോക അലവലാതി പരിപാടിയിലേക്ക് എൻട്രി കൊടുക്കുന്നത്. അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവർ, കാര്യം ഇതിലെ വിന്നേഴ്സായിട്ടോ ഈ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പരദൂഷണ മനസ്സുള്ളവർക്കാണ് ഇതിനെ വലിയ ഗെയിമായിട്ടൊക്കെ പറയുന്നത്. ഒരു വീടിനകത്ത് നമ്മൾ പറയാറില്ലേ, മറ്റൊരാളുടെ വീടിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി, അടുത്തവൻ്റെ വീട്ടിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്നറിയാനുള്ള ക്യൂരിയോസിറ്റിയാണ് ഒരു വീട്ടിനകത്ത് അടച്ചിട്ടിട്ട് അതിലിവിടെ എന്തൊക്കെ സംഭവിക്കുന്നു, അവരിൽ ആരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരദീക്ഷണം പറയുന്നു തുടങ്ങിയ ഒരു കോൺസെപ്റ്റ് ആണെന്നാണ് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ഇതുവരെ അതിൻ്റെ ഒരു സിംഗിൾ എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല. പലയിടത്തും അതിൻ്റെയൊക്കെ റിവ്യൂ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതിലൂടെ കുറേ പേര് ഷിയാസ് കരീം, ഒരു പെൺകുട്ടിയെ അവരുടെ നഗ്ന ഫോട്ടോ എടുത്ത് പോൺ സൈറ്റിലിടുമെന്ന് ഭീഷണിപ്പെടുത്തി 65 ലക്ഷം രൂപ തട്ടിച്ചു എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷിയാസ് കരീം, ഇത് നോക്കിയേ, ബിഗ് ബോസ് താരമാണ്, അയാളുടെ ഐഡൻറ്റിറ്റി ഇത് ഇയാൾ മാത്രമാണ്. ഒരു റോബിൻ രാധാകൃഷ്ണൻ, ഒരു അഖിൽ മാരണം, പിന്നെയുണ്ട് നമ്മുടെ ആ മരണപ്പെട്ട ഒരു കലാകാരൻ്റെ ഭാര്യ, അങ്ങനെ തുടങ്ങി പല കേസുകളിൽ പെടുന്നവർ ബിഗ് ബോസ് താരം എന്നുള്ള രീതിയിൽ തന്നെ എന്തോരം വാർത്തകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള പരിപാടികൾ കൊണ്ട് ഈ സമൂഹത്തിന് എന്ത് ഗുണമാണുള്ളത്? ഇവരെ പോലുള്ളവർക്ക് ഇങ്ങനെ ഒരു വലിയ പരിപാടിയാണ്, മോഹൻലാലിനെ പോലുള്ളവർ ഇത്തരം ഒരു മോശം പരിപാടിക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് ഒരു സന്ദേശവും കൊടുക്കാത്ത, സമൂഹത്തെ സംബന്ധിക്കുന്നിടത്തോളം വരും കാലങ്ങളിൽ വലിയ തലവേദന ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് ഒരു വിസിബിലിറ്റി ഉണ്ടാക്കി, ഒരു ഫാൻ ഫോളോവേഴ്സ് രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത് അവരിലൂടെ പിന്നെ ഈ നാട് കേൾക്കേണ്ടി വരുന്ന ജൽപ്പനങ്ങളും അല്ലെങ്കിൽ അലവലാതിത്തരം വിവരക്കേടുകളൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ കുറേ പുതിയ തലമുറയിലുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ ഊളകളെ പിടിച്ച് എന്താക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു അലവലാതി പരിപാടിയിലൂടെ പുറത്തേക്ക് വിടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സമൂഹത്തെ സംബന്ധിക്കുന്നിടത്തോളം, അതായത് ഈ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയിട്ട് കൂടി യുവമാരൊക്കെ മാറുന്നുണ്ട്. ചിലരെയൊക്കെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ പോലും തയ്യാറായവരുണ്ട്. കാര്യം അവരും ആ മനോഭാവക്കാരാണല്ലോ. ഇങ്ങനെയുള്ളവരുടെ സോഷ്യൽ മീഡിയ ലൈക്ക് കണ്ടിട്ടാണല്ലോ ചിലർ കാര്യങ്ങൾ വിലയിരുത്തുന്നത്. എന്തായാലും ഷിയാസ് കരീമിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഇങ്ങനെ സ്ത്രീകളുടെ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ പരസ്പര ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ വീഡിയോ എടുക്കുക, അതിനുശേഷം അത് സോഷ്യൽ മീഡിയ പോൺ സൈറ്റിലിടുക എന്ന്, അതായത് സാമ്പത്തികമുള്ള വീട്ടിലുള്ള കുട്ടികളെയൊക്കെ കണ്ട് ആയിരിക്കുമല്ലോ അങ്ങനെ ഉപയോഗപ്പെടുത്തുക, അതിലൂടെ പണം അടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ക്രിമിനൽ മൈൻഡ് ഉള്ളവരാണല്ലോ അപ്പോൾ ഈ പരിപാടിയിൽ വന്നതായിട്ടോ മനസ്സിലാക്കാൻ കഴിയുന്നത്. അഖിൽ മാരാറിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തിട്ട് പൊങ്കാലയിടുന്നുണ്ട്. എല്ലാ വിഷയത്തിലും അഭിപ്രായം അല്ലെങ്കിൽ എല്ലാ അറിയാവുന്ന സർവ്വജ്ഞാന കോശങ്ങൾ എന്നുള്ള നിലയ്ക്ക് ആധികാരികമായി വാചക കസർത്ത് നടത്തുന്നവന്മാരാണ് യുവമാരൊക്കെ. അപ്പോൾ ഈ പരിപാടിയൊക്കെ ദയവ് നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിലുള്ള തലമുറ ഒന്ന് ബഹിഷ്കരിച്ചാൽ നന്നായിരുന്നു. എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്? നിങ്ങൾക്ക് കിട്ടുന്ന ലൈഫിലെ പ്രചോദനം എന്താണ്? ഈ വാചാടോപങ്ങൾക്കപ്പുറവും കുറേ ഊളത്തരങ്ങളും അലവലാതിത്തരങ്ങൾക്കും അപ്പുറം നിങ്ങളുടെ ലൈഫിന് ഗുണമുള്ള എന്തെങ്കിലും ഒരു സിംഗിൾ കാര്യം ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരുന്നവർ എന്താണ് സമൂഹത്തിന് മാതൃകയായി മാറിയിട്ടുള്ളത്? ആരെങ്കിലും ഒരാൾ, ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒന്നോ രണ്ടോ പേരെങ്കിലും നന്മ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും എനിക്കൊന്നു അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടല്ല, പക്ഷേ മെജോറിറ്റി എടുത്ത് പരിശോധിച്ചാൽ ആ പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മാനസിക രോഗമുള്ളവരാണോ ഇവരെന്ന് തോന്നിപ്പോകുന്ന പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളുമാണ് ഇവരൊക്കെ പലപ്പോഴും നടത്താറുള്ളത്. സ്വയം പൊങ്ങികൾ, അവനവനെക്കുറിച്ച് വലിയ സംഭവമായിട്ട് അവതരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ കുറേ വാചകങ്ങൾ കാണാൻ പഠിച്ചു വെച്ചേക്കും. അതായത് ഏതെങ്കിലും പുസ്തകത്തിലേക്ക് കോട്സുകൾ വാചകമായിട്ട് അടിച്ചതിന് ശേഷം ആധികാരികമായി ഈ വാചകങ്ങൾ എടുത്ത് അങ്ങോട്ട് കീച്ചമ്പോഴത്തേക്കും ചിലർ വിചാരിക്കും അയ്യോ വല്ലാത്ത അറിവ് തന്നെ. വെറും വിവരക്കേടുകളും ഒരർത്ഥത്തിൽ പോലും ജീവിതാനുഭവങ്ങളില്ലാത്ത പ്രിവിലേജുകളിൽ വളർന്നു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ സമൂഹത്തിൻ്റെ ഇടയിൽ ഈ പറയാമല്ലോ ഒരു തട്ടിപ്പുകളും വെട്ടിപ്പുകളും എങ്ങനെ വിദഗ്ധമായി നടത്താം അതിന് നാവ് മാത്രം ആയുധമാക്കുന്ന ചിലർ മാത്രമാണ് ഈ ബിഗ് ബോസിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അത്തരം പരിപാടികൾ എത്രത്തോളം സമൂഹത്തിന് വിപത്തുണ്ടാക്കുന്നുണ്ട്, സമൂഹത്തിൽ എത്രമാത്രം അതിൻ്റെ ലേബലിൽ പുറത്തിറങ്ങി ചൂഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഷിയാസ് കരീമിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതി എന്ന് പറയേണ്ടി വരികയാണ്.